ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജൂൺ 2024 നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1, ഈ ഒരു ക്രിസ്റ്റൽ, അതായത് ടോപ്പാസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതേപോലെ ഈ ഒരു എസ്ട്രോ പ്ലാനറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3 ആൻഡ് ലാസ്റ്റ് ഈ ഒരു എമത്തിസ്റ്റ്. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം. നിങ്ങളുടെ ജൂൺ മാസത്തെ റീഡിംഗ്, ജൂൺ 2024 നിങ്ങൾക്ക് എങ്ങനെയാണ്? പൈൽ നമ്പർ 1. Eight of feathers, 7 of shells, 8 of acorns, 3 of feathers. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ക്വീൻ ഓഫ് ഷെൽസ് ആണ്. ഓക്കെ, ആദ്യം തന്നെ 8 of feathers എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനറലി ഈ ഒരു മാസത്തെ സിറ്റുവേഷനിൽ, ഈ ഒരു മാസത്തെ റീഡിംഗ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈഫിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പെട്ടെന്ന് വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ ഒരു മാസത്തെ കാണിക്കുന്നത്. അതേപോലെ തന്നെ 8 ഫെദേഴ്സ് എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കണക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ, അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ജീവിതത്തിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചിട്ട് ആശങ്കയുണ്ട്, ഭാവി എന്താവുന്നൊരു വ്യക്തതയില്ല, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് ഉള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ പൊതുവിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണെങ്കിൽ കൂടിയും ഭാവിയെക്കുറിച്ച് അകാരണമായിട്ടുള്ളൊരു ടെൻഷൻ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്, എനർജിയിൽ പോസിറ്റിവിറ്റി ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് പഴയ കാലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബാക്ക് ആൻഡ് ഫോർത്ത് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ പാസ്റ്റ് മെമ്മറീസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് മെമ്മറീസ് സന്തോഷകരമായിട്ടുള്ള മെമ്മറീസ് എങ്കിൽ അത് അയവിറക്കുന്ന വളരെ നല്ല കാര്യമാണ്. പക്ഷെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും അത് ആലോചിച്ച് അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ശരിയായനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേവലാതിപ്പെടൽ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ അത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് നമ്മൾ പറയില്ലേ, ക്രൈങ് ഓവർ സ്പിൽ മിൽക്ക്, അത് കഴിഞ്ഞു പോയതിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചനയും കാര്യങ്ങളും ഒക്കെ, അങ്ങനെയുള്ള ആലോചനയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, അത് ഒഴിവാക്കുക. കാരണം അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ ചെയ്യാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ കാലത്തിൽ നടക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റീസണിങ് കാര്യങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നേരെയാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടുന്ന അത് നേരെയാക്കി പുതിയൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ചെയ്ത കാര്യങ്ങൾ വർക്കായില്ല എങ്കിൽ അതിലെന്താണ് വർക്കാവാത്ത, എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുക. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ എപ്പോഴും. ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുക. അതിന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ
നിങ്ങൾ എന്തുകൊണ്ടോ അതൊന്നും ശരിയായില്ല, എന്തുകൊണ്ടോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം നിങ്ങൾ അത് എന്തുകൊണ്ടാണ് ശരിയാവാത്തത് നിങ്ങൾ ചെകഞ്ഞു നോക്കാൻ പോയിട്ടില്ല, മറിച്ച് നിങ്ങൾ അതിന് പകരം ഒരു ദുഃഖം, ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോവാണ്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ടെൻഷൻ, അല്ലെങ്കിൽ എന്റെ സമയം ശരിയല്ല, എന്റെ നക്ഷത്രം ശരിയല്ല. പല ആളുകളും നക്ഷത്ര ഫലം ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഈ നക്ഷത്രം ഇതുപോലെ നശിച്ച നക്ഷത്രം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നക്ഷത്രം, അതേ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് അസ്ട്രോളജി അല്ലെങ്കിൽ ടാരറ്റ് റീഡിംഗ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിവിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്, ഒരു മാപ്പാണ്. നിങ്ങളുടെ കയ്യിൽ മാപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ ആ മാപ്പിൽ നോക്കി കൃത്യമായിട്ട് അതേ വഴിയിലൂടെ സഞ്ചരിക്കണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂ. പക്ഷെ നിങ്ങൾ മാപ്പ് കയ്യിൽ വെച്ച് നിങ്ങൾക്ക് മാപ്പ് വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല, നിങ്ങളത് കയ്യിൽ വെറുതെ വെച്ചിട്ടുണ്ട്, തുറന്നു പോലും നോക്കാതെ തോന്നുന്ന വഴിയിൽ നടന്നാൽ നിങ്ങളുടെ ജീവിതം ആ വഴിയിലേക്കല്ല പോകുന്നത്. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. അല്ലാതെ ആരും നിങ്ങളെ ഇരുത്തി അല്ലെങ്കിൽ ഉരുട്ടി വായിൽ വെച്ച് തരും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. അപ്പൊ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ. നിങ്ങൾക്കത് പറ്റും. അതിപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും, നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിലെ കാര്യം നോക്കുക, ഒരു വീട്ടമ്മയാണെങ്കിലും, എന്ത് സാഹചര്യമാണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി തരുന്ന പല അവസരങ്ങളും ജീവിതത്തിൽ വരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക. 7 ഓഫ് ഷെൽസ് എനർജിയാണ്. അവസരങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. നിങ്ങൾ പല ആളുകളുടെ അടുത്തും സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, മൈക്രോ എക്സ്പ്രഷൻസ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളത് സ്വയം ഒരു വീഡിയോ എടുത്തിട്ട് നോക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ എന്ത് എക്സ്പ്രഷനാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തേക്ക് നോക്കുക. അങ്ങനെയുള്ള എക്സ്പ്രഷൻസും അങ്ങനെയുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള രീതിയിൽ, മറിച്ച് മറ്റൊരാളെ കുറ്റം പറയുന്ന, ബ്ലെയിം ചെയ്യുന്ന എക്സ്പ്രഷൻസ് മാറാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ, അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അവസരം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ചില അവസരങ്ങൾ, നിങ്ങൾ മറ്റ് അനാവശ്യ നെഗറ്റീവ് കാര്യങ്ങളിൽ, ഇപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചനകളും ചിന്തകളുമായിരിക്കണം. ആ ആലോചനകളും ചിന്തകളും എന്ന് പറയുന്നത് അത് നിങ്ങളെ, അതായത് ഒരു സങ്കടമായിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ലെവലിലേക്ക്, സാഡ്നെസ്സിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ, മറിച്ച് പ്ലാനിങ്ങിലേക്ക്, ഓക്കെ ഇവിടെ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉഗ്രമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയാനുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രസൻസ് ഓഫ് ന്യൂ കണക്ഷൻ, ഒരു പുതിയൊരു ബന്ധം വരുന്നുണ്ട്. ആ ഒരു ബന്ധം ഒരു പക്ഷെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയാണ് അത് കാണിക്കുന്നത്. അതൊരു പക്ഷെ ഒരു പ്രണയമായിരിക്കാം, ഒരു സുഹൃത്ത് ബന്ധമായിരിക്കാം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കും, നിങ്ങളുടെ മറ്റ് അസ്ട്രോളജി ബേസിസിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ്റെ അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഇമോഷണൽ ഇന്റഗ്രിറ്റി കാണിക്കുന്നുണ്ട്. നിങ്ങളിലൊരു അക്സെപ്റ്റൻസ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ സ്വയം നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളിൽ തന്നെ ഒതുക്കി വെക്കാതെ, നിങ്ങൾ ഫീലിങ്സിനെ കുറിച്ചിട്ട്, അതായത് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരാള് നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിൽ പലരും സംസാരിക്കുന്ന ആ ഒരു ലെവലിലല്ല, ഒരു പ്രൊഫഷണൽ ലെവലിൽ അത് സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന അവസരങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. കാരണം ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് കാണിക്കുന്നു. 8 ഓഫ് അക്കൗണ്ട്സ് എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് അക്കൗണ്ട്സ് എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുത്ത തന്നെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിക്കുന്നതായിരിക്കും, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ സ്വയം
പുതിയ പുതിയ പാഠങ്ങൾ ജീവിതത്തെക്കുറിച്ചിട്ട് പഠിക്കുന്നതുമായിരിക്കാം. ചില ആളുകൾ സത്യസന്ധമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫൊർഗീവ്നെസ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കുന്നു എന്ന ബൈബിൾ വചനം പോലെ നിങ്ങൾ സ്വയം ക്ഷമിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴുതി പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇഗ്നോർ ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ അഭിമുഖീകരിക്കാതെ പകരം അതിന്റെ ഇടയിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്ന രീതിയിൽ അതിനെ അവഗണിച്ച് മുന്നോട്ടേക്ക് പോവുക പലപ്പോഴും ചെയ്യുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട്, അതിനെ അവഗണിച്ചത് കൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ലാതാവുന്നില്ല, മറിച്ച് അതിനെ അഭിമുഖീകരിച്ച് അതിനുള്ള പരിഹാരം കണ്ടാൽ മാത്രമാണ് അത് ഇല്ലാതാകുന്നുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക്, ഇപ്പോൾ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്താൽ 1-2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാം, പക്ഷെ ആ പ്രോബ്ലം വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് പല ആളുകളും പറയും. സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അത് പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എപ്പോഴെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, കുറഞ്ഞ പക്ഷം ഇത് പരിഹരിക്കാൻ ഇതൊക്കെയാണ് വഴികൾ, ഇതിന് ഈ സമയമെടുക്കും എന്നുള്ളത് കുറഞ്ഞ പക്ഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ ആ ഒരു പ്രോബ്ലത്തെ പിന്നെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാൻ. പിന്നെ 3 ഓഫ് ഫെദേഴ്സ് എനർജിയാണ് മറ്റൊരു കാര്യം. നിങ്ങൾ വളരെ പൊതുവെ ആളുകൾ വളരെ പാവമാണ്, തൊട്ടാക്കരയും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയോ സ്വഭാവമോ രീതിയോ ഒക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ നിന്നത് നിങ്ങൾ കുറച്ചും കൂടി ആ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം കാണുന്നുണ്ട്. ഇത് നിങ്ങളോട് പലരും സംസാരിക്കുമ്പോൾ നിങ്ങളെ അപമാനിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലെ സാഹചര്യം, ഇൻലോസ്, ഹസ്ബൻഡ്, അവരുടെ സഹോദരങ്ങൾ, അമ്മ, അച്ഛൻ അതുപോലുള്ളവരിൽ നിന്ന് തിക്ത അനുഭവങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ തിരിച്ചു ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ അതിൽ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ്. കാരണം കുറെ നാളുകളായിട്ട് നിങ്ങൾ മാറ്റങ്ങൾ സ്വയം സംഭവിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ട് നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തിനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങുന്നു. അവർക്കത് സ്ഥിരം കേട്ട് പരിചയമല്ലാത്ത കാര്യമായതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും നിങ്ങൾ ഇനിയും ഒരു ബഹുമാനക്കുറവിന് കേട്ട് നിന്നു കൊടുക്കാൻ നിങ്ങൾ റെഡിയല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവരിൽ ഉണ്ടാക്കേണ്ട അനിവാര്യത നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് റെസ്പെക്ട്, ബഹുമാനം എന്നുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബഹുമാനം തരാത്ത ആളുകളിൽ നിന്ന് ബഹുമാനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനാവശ്യ ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, കോഴ്സ് ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോവുക. പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആര് പറഞ്ഞാലാണ് നിങ്ങളുടെ പാരന്റ്സ് കേൾക്കുന്നത് അവരായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ക്യൂൻ ഓഫ് ഷെൽസ് എനർജിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അമിതമായിട്ടുള്ള ഒരു മമത, സ്നേഹം, കാരുണ്യം, ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. അത് മാറ്റിയെടുക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ മേല് കുതിര കയറുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ള ബഹുമാനം, റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എന്തും കേട്ട് നിൽക്കാൻ, മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ചില ആളുകളുടെ ഒരു ചിന്താഗതി ഉണ്ട്. ഇപ്പോൾ പ്രായത്തിൽ മുതിർന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്തും പറയാം. ചില ആളുകൾ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടും നിങ്ങളെ വേദനിപ്പിക്കാറുണ്ട്. എന്നിരുന്നാലും അവർ മുതിർന്നവരായതുകൊണ്ട് മാത്രം നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളവർ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ, മുതിർന്നവരായാലും താഴെയുള്ളവരായാലും വാക്കുകൾ അനാവശ്യമായിട്ടുള്ളത് ഉപയോഗിക്കുന്നത്, നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുന്നത് ഒരിക്കലും സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിനെ ആര് തന്നെ ആയാലും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു ജൂൺ മാസത്തിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം നിങ്ങൾ ആദ്യമേ ജോലി അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോ പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങളൊന്നുമല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം.
ആ ചിന്തയിൽ നിന്ന് മാറി നിങ്ങൾ സ്വയം കോൺഫിഡൻ്റ് ആവുകയാണ്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത്, പുതിയ പുതിയ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, പുതിയ ജോലി, പുതിയ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് ഫയൽ നമ്പർ ഇനി ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2 ജൂൺ 2024 നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2 ജൂൺ 2024 നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of feathers, two of crystals, 7 of crystals, 6 of feathers, the emperor energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയൽ നമ്പർ 2 സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയാം. അതേപോലെ തന്നെ 2 of feathers എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു വ്യക്തത ഉണ്ടാകുന്നുണ്ട്, തീരുമാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പല രീതിയിലുള്ള ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുക. നിങ്ങളൊരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഒരു ഭയത്തോട് കൂടിയിട്ടൊരു നെഗറ്റീവ് രീതിയിലാണ് കാണാം. കാരണം നമ്മളുടെ ആ ഒരു രീതിയും കാര്യങ്ങളും അനുസരിച്ചിട്ട് ഈ അടുത്തിടയ്ക്കായിട്ടാണ് കുറച്ചും കൂടി ആളുകൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഒരാളുടെ കൂടെ ജീവിതം ഇഷ്ടമില്ലാതെ ജീവിച്ചു തീർക്കേണ്ടി വരുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി പലരും അറിയാവുന്ന സിറ്റുവേഷനിൽ കാണാം. അവർ ഒട്ടും തന്നെ അവരെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു റെസ്പെക്റ്റ് ഇല്ല. പക്ഷെ ഒരു ഹാബിറ്റാണ് അവർ സ്ഥിരമായിട്ട് ഒരേ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ച് ശീലമായി പോയി. അത്രമാത്രം ശീലങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ് ബന്ധങ്ങൾ. ആ ഒരു ബന്ധം, അങ്ങനെയുള്ള ബന്ധങ്ങളാണ് പലപ്പോഴും പല വീടുകളിലുമാണെങ്കിലും അച്ഛനമ്മയും മക്കളും ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും മാതാപിതാക്കളെ നോക്കുന്ന മക്കളുണ്ടെങ്കിലും അവരെ ആ ഒരു റെസ്പെക്റ്റ് ഇല്ല. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ മക്കള് നോക്കുന്നു എന്ന് പറയുന്നുണ്ടാവാം. പക്ഷെ ആ മക്കൾ ഒരു പക്ഷെ ആ ഒരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിലും വളരെ ടോക്സിക് ആയിരിക്കും. കാരണം മക്കൾക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ടാവില്ല. ചിലപ്പോൾ വിവാഹിതരായി അവരെക്കാൾ അവരുടെ അത്രയുമുള്ള കുട്ടികളുള്ള മക്കളായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തൊറ്റയ്ക്ക് പോകാൻ പറ്റില്ല. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ അവരുടേതായിട്ടുള്ള ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, ഇങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പലരുടെയും ബന്ധങ്ങൾ കടമകളാണ്. കടമകളായിട്ട് ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഇതിൽ ജീവിക്കുന്ന പലരും ഫേക്ക് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ആ ഒരു എനർജിയിൽ നിൽക്കേണ്ടുന്ന ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ഫേക്ക് എനർജി, അതായത് വളരെ സന്തുഷ്ടമായിട്ടുള്ള കുടുംബം നോക്കുമ്പോൾ അച്ഛനമ്മ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിന്റെ ഉള്ളിലൊരു നെഗറ്റീവ് എനർജി ആണ്. അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നിങ്ങൾ കൂടെ താമസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ സഹോദരങ്ങളോ, ഈ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ഗെയ്ക്കോ എനർജിയാണ്. ഇമോഷണൽ അഡാപ്റ്റിംഗ് ടു ഏതൊരു സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജി, ആ ഒരു ഗെയ്ക്കോ എനർജി അതാണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊരു സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സർവൈവലിന് വേണ്ടിയിട്ട് ആണ് ആ ഒരു ജീവി അതിൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മനസ്സമാധാനം എന്നുള്ളത് അതില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇല്ല എങ്കിൽ പിന്നെ ആ ഒരു ബന്ധത്തിൽ കാര്യമില്ല. പിന്നെ പലരും കടമയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കടമ എന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ പലപ്പോഴും
ജീവിതകാലം മുഴുവനും ഉള്ളൊരു ബന്ധങ്ങൾ നമ്മൾ പല സീരിയലുകളിലും അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിലും അനുഭവിക്കുന്ന കാര്യമായിരിക്കും. എന്നും പ്രശ്നങ്ങളും വഴക്കുകളും, അല്ലെങ്കിൽ അതില്ല എങ്കിൽ കൂടിയും ഒരു മൗനം തളം കെട്ടി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെയുള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു ബന്ധങ്ങളിൽ ഒരു ഊഷ്മളത ഇല്ല, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ല, ഇമോഷണലി ഒരിക്കലും അവൈലബിൾ അല്ല, പക്ഷെ ഫിസിക്കലി അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുമ്പോൾ കടമ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ബന്ധനങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക. കാരണം ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അഡാപ്റ്റേഷൻ അല്ല ഇവിടെ. കാരണം അഡാപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാണ്. നിങ്ങൾ ഒരിക്കലും അതായിട്ട് പൊരുത്തപ്പെട്ടു പോയിട്ടില്ല. എന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്നും ആ ഒരു കടമകളിൽ കുരുങ്ങി കിടക്കുന്നുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. 2 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പല കാര്യങ്ങളിലും വിദേശത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ മറ്റൊരു ദേശത്ത് പോയിട്ട് ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വിദേശത്ത് താമസിക്കുന്ന ചില ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ്. കാരണം നമ്മൾ എന്താ പറയാ, ഒരിടത്ത് അക്കരപ്പച്ച എന്ന് പറയും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അതില്ല ഇതില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് പല പ്രശ്നങ്ങളും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, വൃത്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങൾ നാട്ടിനെ മിസ് ചെയ്യുന്നുണ്ടാവും. ചില ആളുകൾ നാട്ടിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ നാട്ടിൽ നിൽക്കുന്നു. കാരണം അപ്പോഴും നാടിനെ കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വിദേശത്ത് പോകുന്നതിനേക്കാൾ ഭേദം നാട്ടിലാണ് എന്നുള്ളത് കമ്പാരിസൺ എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കമ്പാരിസന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം എന്താണോ ആ കാര്യത്തിനനുസരിച്ച് ആ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക. എല്ലായിടത്തും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും, അഡ്വാൻറ്റേജസും ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ അതിന്റെ കുറവുകളെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിടത്തും നമ്മൾ പലപ്പോഴും പല ആളുകൾ പറയുന്നത് സെറ്റിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സെറ്റിൽ ആവുക എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ അവിടെയായിട്ട് ഒത്തുപോകുന്നു എന്നുള്ളത്. മാനസികമായിട്ട് ഒരിക്കലും ഒത്തുപോകുന്നില്ല, മറിച്ച് ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഇടുന്നുണ്ടാവാം, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ പല സ്ഥലങ്ങളിൽ പോവുക, പലയിടങ്ങളിലും ജീവിക്കാം. അതേപോലുള്ള കാര്യങ്ങൾ, ഒത്തിരി സാമ്പത്തികമായിട്ട് ഭംഗിയുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ട് സ്വയം എന്തോ ആയി എന്നുള്ളൊരു തൃപ്തി സ്വയം നേടാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ പലരെയും സംബന്ധിച്ച് വാലിഡേഷൻ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രെൻഡോ എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൂടെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിട്ടുള്ളൊരു വാലിഡേഷൻ. കാരണം നിങ്ങളുടെ ഫാമിലി എന്ത് ഭംഗിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാണ്, നിങ്ങളുടെ വീട് എന്ത് ഭംഗിയാണ്, ഇങ്ങനെയൊക്കെയുള്ള വാലിഡേഷൻസ് പലർക്കും ആവശ്യമാണ് എന്നുള്ളതാണ്. ആ ഒരു വാലിഡേഷനിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്ക് ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം എന്താണോ ആ ഒരു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യത്തിന്റെ ബേസിസ് തീരുമാനം എടുക്കുക. കാരണം ഇവിടെ ചില ആളുകൾ വിദേശത്തുള്ളവരാണെങ്കിൽ വിദേശത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യണം, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പലയിടത്തും പല ചാനലുകളിലും ഒക്കെ കാണാം ഘർ വാപ്സി, തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോകാൻ കാരണം പുറത്ത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നാട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ വിദേശത്ത് അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്നിട്ടുള്ളവർ പറയുന്ന പോലെ ഞാൻ അതിർത്തിയിലായിരുന്നപ്പോൾ എന്ന് പറയുന്ന ഒരു ലെവലിൽ ഒരു മധുര സ്വപ്നമായി വർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതൊരു ജസ്റ്റ് പഴയ കാര്യങ്ങൾ ആലോചിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ചിന്തിക്കുന്നത് തെറ്റല്ല, പക്ഷെ അതൊരു തെറ്റായിപ്പോയി, തിരിച്ചു വന്നത് തെറ്റായിപ്പോയി എന്നുള്ള ലെവലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദയവായിട്ട് നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു റിഗ്രറ്റ് മൈൻഡിലുണ്ടാവും, അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് തന്നെ അഥവാ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല എങ്കിൽ കൂടിയും ഇനി തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യം വേണ്ടത്. പിന്നെ അതിലെ പോസിറ്റിവിറ്റി കണ്ടെത്തി പോസിറ്റീവ് ചിന്തിക്കാൻ ശ്രമിക്കുക. കാരണം നെഗറ്റീവ് ചിന്തിച്ചത് കൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളും കൂടുതലായിട്ട് ആ ഒരു എനർജിയാണ് കൂടുതലായിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 7 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്.
അവസരങ്ങൾ പുതിയതായിട്ട് ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അക്കാഡമിക്സിൽ ജോലി ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങളൊരു ലെക്ചറാണ്, ടീച്ചർ, പ്രൊഫസർ, റിസർച്ചർ, അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കുറച്ച് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറേറ്റ് എടുക്കാൻ, PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ MBBS ഉള്ള ഒരാളാണ്, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, MDA, FRCS എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം, അക്കാഡമിക്കലി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നല്ല ലെവലിലുള്ള വിദ്യാഭ്യാസം ഇതിൽ ഉള്ളവർ ആ ഒരു ലെവലിലേക്കുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, കുറച്ചൊരു ഗ്രീഡ് ഫാക്ടർ ഉണ്ട്. അതായത് നമുക്ക് നല്ല കാര്യം, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഡിസ്കൗണ്ടിൽ ചില സമയത്ത് കടയിലൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വെക്കുമ്പോൾ ആവശ്യമില്ലെങ്കിൽ കൂടി ചിലത് വാങ്ങിച്ചു വെക്കും. കാരണം എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പലരും അത് വാങ്ങിച്ചിട്ട് പോകും, എപ്പോഴെങ്കിലും അവസരം വന്നാൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ വേണ്ടാത്തതൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ ഒരു ഗ്രീഡിന്റെ എലമെന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി നിങ്ങളത് വാങ്ങിക്കുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളത് വാങ്ങിക്കുന്നത് ഇത് എപ്പോഴെങ്കിലും എനിക്ക് ഉപയോഗം വരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട്. അത് പല കാര്യങ്ങളിലും അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഒരു എന്ന് നമ്മൾ പറയുന്ന ആക്രാന്തം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മിതമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളിലും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അർത്ഥം നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കരുത് എന്നുള്ളതല്ല. ഈ ഒരു ചില സിറ്റുവേഷൻസ് ബേസിസിൽ നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു എനർജി അല്ല വേണ്ടത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 6 ഓഫ് ഫെദേഴ്സ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പല കാര്യങ്ങളിലും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒത്തിരി ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് വളരെയധികം വ്യഗ്രത കൂടുതലുള്ള ഒരു സാഹചര്യമാണ്. എല്ലാത്തിനെയും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തും എല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്, എല്ലാം നിങ്ങൾക്ക് അറിയണം. പക്ഷേ ക്യൂരിയോസിറ്റി നല്ലതാണ് ജനറലായിട്ട് മറ്റു കാര്യങ്ങളിൽ. പക്ഷെ മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റി ആണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അത് ബാധിക്കേണ്ട കാര്യവുമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക, ആക്ഷൻ എടുക്കുക, സ്റ്റെപ്സ് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമല്ല മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തിയുടെ സഹായത്തോടു കൂടി മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഈ ഒരു മാസം പുതിയൊരു തുടക്കമായിരിക്കും, മക്കളെയൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയ കോഴ്സ്, പുതിയതായിട്ട് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു, കൊച്ചുമക്കളുടെയോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒരു എനർജി, ആ ഒരു പുതിയ തുടക്കം, അതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ കുറച്ച് വാണ്ടറിങ് എനർജിയാണ്. വാണ്ടറിങ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതായത് യാത്രകൾ നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മാസത്തിൽ അവസരം കിട്ടുമ്പോൾ, സമയം കാലമൊക്കെ നോക്കിയിട്ട് അവസരം കിട്ടുമ്പോൾ ഈ മാസം യാത്രകൾ ചെയ്യാം. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ ഇരിക്കാൻ പറ്റിയ ഒരു എനർജി അല്ല, നിങ്ങൾ പാറി നടക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ യാത്രകൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആയാലും ലോങ് ഡിസ്റ്റൻസ് ആയാലും അവസരം കിട്ടിയാൽ അതിൽ പോവുക. ചില ആളുകൾ വിദേശത്ത് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓൾറെഡി തീരുമാനിച്ചു വെച്ച കാര്യമായിരിക്കും, എന്നാലും അത് കാണിക്കുന്നു എന്നുള്ളത് പറയുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ അടുത്തേക്കായിരിക്കും വിദേശത്തോ മറ്റേതെങ്കിലും രാജ്യത്തോ പോകാനുള്ള അവസരം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് എംപറർ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തതയോട് കൂടിയിട്ട്, തീരുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യബോധത്തോട് കൂടിയിട്ടുള്ള യാത്രയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ നല്ല സമയമാണ്. കാരണം വളരെയധികം ലക്ഷ്യബോധമുള്ള സമയമാണ്, ലക്ഷ്യത്തോട് വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് പുതിയ പ്രോജക്ട്സ് വരുന്നുണ്ട്, പുതിയ പുതിയ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു എനർജിയും അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങളുടെ സഹായത്തോടു കൂടി കണക്ഷൻ, നെറ്റ്വർക്കിംഗ് വഴി നിങ്ങൾക്ക് മുന്നേറാനുള്ള ഒരു അവസരം കൂടിയിട്ട് ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ അപ്രോച്ച് നിങ്ങൾ മാറ്റുകയാണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതുവരെ പോയിരുന്നെങ്കിൽ അതിൽ നിന്നൊരു മാറി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3 കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. ജൂൺ 2024 നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3. Two of crystals, Ten of shells, Page of shells, Ace of shells. നിങ്ങളുടെ മെയിൻ തീം 9 ഓഫ് ഫെതേഴ്സ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. ആദ്യം തന്നെ 2 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. മാനസികമായിട്ട് ഒത്തിരി സന്തോഷം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു മാസം. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ള വ്യക്തികൾ, ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ആയിരിക്കണമെന്നില്ല ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും, നിങ്ങളുടെ ഒരു കൊളീഗായിരിക്കും, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കാം, പക്ഷെ ആ വ്യക്തിയുടെ സംസാരവും രീതിയും കുറച്ച് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരിക്കും. ഇപ്പോൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശരിയായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ്, ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ബാക്കി നല്ലത് ഏതാണ് ചീത്തയുള്ളത് ഏതാണ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ, ഒരു പുതിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് നല്ല ഭംഗിയുണ്ട് എന്ന് കേൾക്കാനാണ്. അപ്പോൾ അയാൾ അതല്ല പറയുന്നതെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് അത്ര ഒരു സന്തോഷം തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ചില വ്യക്തികൾക്ക് അതാണ് സത്യമായിട്ടുള്ള കാര്യം പറയാൻ അറിയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളോട് താല്പര്യം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ മധുരമായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മധുരമായിട്ടുള്ള വാക്കുകൾ പറയുന്നവരോട് സൗഹൃദം സ്ഥാപിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊരു സാഹചര്യം ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന, പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ, നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൊളീഗായിരിക്കും, ആ ഒരു വ്യക്തി എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആ വ്യക്തിയായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇമോഷണലി. കാരണം ഈ സിറ്റുവേഷനിൽ അവർ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ചേർന്നിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്നാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ആരാണ് എപ്പോഴാണ് ഒരു സഹായമായിട്ട് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല, നമുക്കറിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരിക്കും, ആ വ്യക്തിയുടെ വാക്കുകളായിരിക്കും, എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് അവരോടൊരു വിരോധം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ സഹായിക്കുന്ന ആളുകൾ നിങ്ങൾക്ക്, അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ പിന്നീട്
സൗഹൃദത്തിലാവുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ റൂഡായിട്ടിരിക്കുന്നു, ഹാർഷായിട്ടിരിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. അവർക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെയായിരുന്നിരിക്കാം. അവർക്ക് ഒരിക്കലും ജീവിതത്തിലൊരു അപ്രീസിയേഷൻ, പ്രോത്സാഹനം അതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല, സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, പലതും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടുകയും ആ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ഒരു ഹീലിംഗ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. കാരണം ആ വ്യക്തി ലൈഫിൽ ഒട്ടും സ്റ്റേബിൾ അല്ല, ഇമോഷണലി സ്റ്റേബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി തിരിച്ചു കൊടുക്കാൻ, ഹീലിംഗ് സുഖപ്പെടുത്താനായിട്ട് നിങ്ങൾ സഹായകരമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ച് ആ വ്യക്തി നിങ്ങൾക്കും ഒരു സപ്പോർട്ടാണ് എന്നുള്ളത്. കാരണം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച പല കാര്യങ്ങളിലും ആ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്ന സമയമാണ്. സ്ഥിരത എന്ന് പറയുമ്പോൾ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലി ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് അതിൽ തൃപ്തിയില്ല. മറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി വേണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ആയിരിക്കാം, നിങ്ങൾക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വേണമായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ ജോലിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു ശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനും പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് ഷെൽസ് എനർജിയാണ് നിങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്നെയാണ്. അപ്പോൾ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു 10 ഓഫ് ഷെൽസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴും നമ്മൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതിന്റെ സന്തോഷമൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, ആ ഒരു ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിച്ചു. അത് കൂടാതെ നമ്മൾ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊരു പറച്ചിലുണ്ട്. ആ ഒരു പറച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെലിക്കൻ എനർജിയാണ്. ഈ ഒരു പക്ഷിയുടേതായിട്ടുള്ള ചില സമയങ്ങളിൽ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്തും അത് അതിന്റെ വായിൽ ഒതുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ളൊരു പക്ഷി എന്നുള്ള രീതിയിൽ പറയാൻ അതിന്റെ മുമ്പിൽ കാണുന്ന എന്തും അതൊരു വിചിത്രമായിട്ടുള്ളൊരു ഇതാണ്. എല്ലാത്തിനും അതിന്റെ അത്രയും വലിയ കൊക്കാണ്, എല്ലാത്തിനെയും വായിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് മുമ്പിൽ നിൽക്കുന്നത് എന്തോ അതിന്റെ വായിൽ കൊള്ളുന്ന എന്തായാലും അത് വയറ്റിലേക്ക് ആക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വായിൽ കൊള്ളാത്തത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഗ്രീഡി ആവാതിരിക്കുക എന്നുള്ളതാണ്. അത്യാഗ്രഹം ഒരിക്കലും നന്നല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്, സാമ്പത്തികമായിട്ട് നേട്ടം വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചിലയിടങ്ങളിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നിരുന്നാൽ മറ്റുള്ളവർക്കുള്ളത് കൂടി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അത് അങ്ങനെ ഒരു സാഹചര്യം ജോലി സംബന്ധമായിട്ട് ലഭിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ പുതിയ പ്രോജക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. അപ്പൊ അതേപോലെ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ലഭിച്ചു, അതോടൊപ്പം തന്നെ ചെറിയ 2-3 പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ എല്ലാം കൂടി പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. ഒന്ന്. രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം എല്ലാം നിങ്ങളിലേക്ക് എന്നുള്ളത് പറയുമ്പോൾ അതൊരു അത്യാഗ്രഹമാണ്. കാരണം മറ്റുള്ളവർക്കും അവസരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. അമിതമായിട്ടുള്ള കാര്യങ്ങൾ കൊക്കിൽ ഒതുങ്ങാത്തത് എടുത്താൽ അത് പ്രശ്നമാവും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയൊരു പ്രൊജക്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ പ്രൊജക്ട്സ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്തു തീർക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ്. പഴയ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് പുതിയതിന്റെ പുറകെ പോകുന്ന ഒരു ശീലം ചില ആളുകൾക്ക്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം കാണുമ്പോൾ പഴയത് അവിടെ ഇട്ടിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഉള്ള ഒരു എന്താ പറയാ ചിന്തകൾ മാറ്റിവെക്കുക. പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള പുതിയ ചിന്തകളും പുതിയ പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും നല്ലതാണ്. പഴയ കാര്യങ്ങൾ മാറ്റാതിരിക്കുക. ഈ ഒരു പ്രോജക്റ്റ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില ബന്ധങ്ങളിലും കാണിക്കുന്നുണ്ട്. പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ പഴയ ബന്ധങ്ങൾ വിട്ടുകളഞ്ഞിട്ടാവരുത് പുതിയ ബന്ധങ്ങളിലേക്ക് പോകേണ്ടത്. പുതിയ ബന്ധങ്ങൾ നല്ലതാണ്, അവരോടൊപ്പം സമയം ചെലവഴിക്കുകയൊക്കെ നല്ല കാര്യം. പക്ഷെ അത് നിങ്ങളുടെ പഴയ ആത്മബന്ധങ്ങൾ വിട്ടുകളഞ്ഞിട്ട് പുതിയതിന്റെ ഭംഗിയിൽ നമ്മൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ പഴയ ഡ്രസ്സ് തീരെ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന പോലെയാണ്. പുതിയതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ പകിട്ടില് ആ പുതുമയുടെ ഭംഗിയിലൊക്കെ നിങ്ങൾ
വശപ്പെട്ടു പോയി അതിലേക്ക് പോകുന്നുണ്ടാവാം. പഴയ സുഹൃത്തുക്കൾ ഓൾഡ് ഇസ് ഗോൾഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ പറയാനുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങളുടെ എനർജി പേജ് ഓഫ് ഷെൽസ് എനർജിയാണ്. നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ വിശ്വാസമില്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലാതെ ആ മറ്റേ വ്യക്തി പറയുന്നതിനനുസരിച്ചിട്ട് പോകാതിരിക്കുക. കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഗട്ട് നമ്മൾ പറയും, നമ്മുടെ ഗട്ട് ഫീലിംഗ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ട എന്ന് നമ്മുടെ ഗട്ട് ഫീലിംഗ് പറയുന്നു പറയും. അതേപോലെ ഇൻഡ്യൂറ്റീവ് ആണ് നിങ്ങൾ വളരെയധികം. നിങ്ങൾക്ക് ഒരു കാര്യകാരണങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ കൂടിയും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ മനസ്സ് പറയുന്നത് വേണ്ട, എത്ര നല്ല കാര്യമാണെങ്കിലും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. അതല്ല വേണമെന്നാണെങ്കിൽ അതിലേക്ക് പോവാം. മറ്റാളുകളൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ കൂടിയും, കാരണം നിങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ദൂരേക്കുള്ള ദീർഘവീക്ഷണം നിങ്ങളിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതി വളരെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ആത്മീയതയിലേക്ക് കൂടുതൽ ഒരു ചായ്വ് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മെഡിറ്റേഷനും യോഗ പോലുള്ള കാര്യങ്ങൾ, പ്രാണായാമം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നത്. ഇമോഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇമോഷണലി വളരെയധികം ഒരു കണക്റ്റഡ് ആവാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളരെയധികം നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചില സമയങ്ങളിൽ നിങ്ങൾ ചില പാറ്റേൺസ് നിങ്ങളുടെ കൈകളിൽ, അതായത് നിങ്ങൾ ചില പ്രവൃത്തികളുണ്ട്, അത് ആ ഒരു ഓൾഡ് പാറ്റേൺ ഉണ്ട്, ആ ഒരു രീതിയിലല്ല പുതിയൊരു രീതിയിൽ, പുതിയൊരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തയോട് കൂടിയിട്ട് പുതിയ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് കാണിക്കുന്നത്. ചില ആളുകൾക്ക് വിവാഹ സാധ്യതകൾ വരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നുള്ള ആലോചനയായിരിക്കും വരുന്നത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏസ് ഓഫ് ഷെൽസ് എനർജിയാണ്. അഗെയിൻ വിവാഹം ഇത്യാദി കാര്യങ്ങൾ, പ്രണയം പോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അടുത്ത സുഹൃത്തായിരിക്കും പ്രപ്പോസൽ വരുന്നത്, സുഹൃത്തിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ സുഹൃത്തുക്കളായിരിക്കാം, ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പ്രപ്പോസലായിട്ട് വരുന്നുണ്ട്. അത് പിന്നീട് ഒരു വിവാഹത്തിലേക്ക് ചെന്ന് കലാശിക്കുന്ന ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. അറേഞ്ച് മാരേജ് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇഷ്ടവിവാഹം എന്ന് നമുക്ക് പറയാവുന്നതാണ്. കാരണം ഒന്നെങ്കിൽ ഒരു പ്രപ്പോസൽ വഴി പ്രണയം പറഞ്ഞിട്ട് പിന്നീട് ഒരു വിവാഹത്തിലേക്ക് പോകുന്നു, അതല്ല എങ്കിൽ നിങ്ങൾ വീട്ടുകാർ അറേഞ്ച് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ സംസാരിച്ച് ഒരു പ്രണയത്തിലേക്ക് ആയിട്ട് വിവാഹത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനും ആവാം. എന്തായാലും ഒരു ജീവിതത്തിൽ ഒരു സംതൃപ്തി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഐശ്വര്യവും സംതൃപ്തിയും ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു സംതൃപ്തിയാണ് എന്നുള്ളതാണ്. ഒരു ലൈഫ് ലോങ് അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ലോങ് ടേം റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ബന്ധങ്ങൾ വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസം അവസാനത്തിൽ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. ബന്ധങ്ങളിലൂടെ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ, കാരണം നിങ്ങളുടെ ആ ഒരു ലവറോ അല്ലെങ്കിൽ സുഹൃത്തോ വഴി നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ കാണുക, ഇതൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. 9 ഓഫ് ഫെദേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു നിങ്ങളുടെ പെർസ്പെക്റ്റീവില് വലിയൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ സ്വയം ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അത് മാറുകയാണ്. ഇനി മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സെൽഫ് ഡൗട്ട് മാറ്റിവെച്ച് മുന്നേറുന്നു എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ എംപവേർഡ് ആവുകയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ, അതായത് നിങ്ങളിപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് ജോലിയൊന്നും റെഡി ആയിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇനി നിരാശരായിട്ട് ഇരുന്നിട്ട് ഇതുവരെ എനിക്ക് ജോലി ശരിയായില്ല, എൻ്റെ ജീവിതം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒത്തിരി പേര് സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ്. കാരണം ചില ആളുകൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ മാറുന്നതിന് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ
നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ആൻസൈറ്റിയും വെറീസ് ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നുള്ളത്. എന്നിട്ട് അത് തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക, അത് നേടിയെടുക്കുന്നതിന്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ജോലിയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുകയാണ്. അത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ നിങ്ങൾ ഇന്നും എത്താത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ കുറച്ചുകൂടി മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ പഠിക്കുന്നതായിട്ടും ഉള്ള സൂചന ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.